ഒരു വിവാഹ തട്ടിപ്പ് വീരനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനുള്ളത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലെ പന്മന സ്വദേശിയായിട്ടുള്ള സുമേഷ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കുടുംബവുമായി ജീവിച്ചിരിക്കെ തന്നെ ഇവരറിയാതെ മറ്റ് രണ്ടുപേരെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ഒരാൾ ലീഗലായിട്ടും ഒരാളെ ഇല്ലീഗലായിട്ടും വിവാഹം കഴിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാളുടെ വിവാഹ തട്ടിപ്പിന്റെ കളികൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിവാഹമോചനവുമായിട്ട് ഭാര്യ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ശരിക്കും ഇരയായ ആ യുവതിയാണ്. നമസ്കാരം. ശരിക്കും എങ്ങനെയാണ് നമുക്കിതൊക്കെ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഈ വിവാഹ തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലരിൽ നിന്ന് കേൾക്കുന്നു. സ്വന്തം കുടുംബത്തിലാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവരിൽ ആരൊക്കെയാണ് ഇദ്ദേഹത്തിന് തട്ടിപ്പിന് ഇരയാക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങളിത് അറിഞ്ഞിരുന്നോ? എപ്പോഴായിരുന്നു അറിഞ്ഞിരുന്നത്? ഞാൻ ഇത് അറിഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കോവിഡ് കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ഈ മെറീന എന്ന് പറയുന്നത്, അത് വാടി കടപ്പുറത്ത് പള്ളിത്തോടം എച്ചാൻസി കോമ്പൗണ്ടിനകത്ത് പിന്നെ ഒരു ലൈലാമ്മ എന്ന് പറയുന്ന ലൈലാമ്മയുടെ മകള് മെറീന, അവരുമായിട്ട് അടുപ്പമാണ് എന്ന് പറയുന്നതും ഈ ലൈലാമ്മയുടെ ഫോൺ നമ്പർ എനിക്ക് തരുന്നതും മെറീനയുടെ കൂട്ടുകാരി ഡാലിയ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ പടപ്പനാലിലുള്ള ഒരു സ്ത്രീയാണ്. അവരെ എന്നെ അറിയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന സുമേഷ് ശങ്കേഴ്സിലാണ് പുള്ളിക്ക് ജോലി എന്നും പുള്ളിയുടെ പേര് അരുൺ എന്നാണെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് അവരെ പരിചയപ്പെടുന്നത്. ആ വഴിയാണ് പിന്നെ ഈ ഇവര് തമ്മിൽ മെറീനയെ പരിചയപ്പെട്ടു. മെറീനയും ഈ അരുണും കൂടെ ചേർന്നുകൊണ്ട് ഡാലിയയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് അവരുടെ മോക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കാന്നും പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. ഈ അഡ്മിഷൻ മേടിച്ചു കൊടുത്തപ്പോ എന്താണ് സുമേഷിന് ജോലി? എന്താണ് അന്നേരം സുമേഷ് എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് തേവലക്കരയിൽ ഒരു വീട്ടില് വണ്ടി ഓടുമായിരുന്നു. പിന്നെ അതിനുശേഷം പുളിമൂട്ടിൽ 6 ജോലിക്ക് പോയി, എസ് ഭാരതി ജോലിക്ക് പോയി. അപ്പൊ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ കോവിഡ് ടൈം ആയപ്പോൾ ഇതെല്ലാം അടച്ചു കഴിഞ്ഞപ്പം ഈ മീൻ വണ്ടിയിൽ ഓട്ടം പോയി. ആ കെയർ ഓഫിലാണ് ഇവരെല്ലാം പരിചയപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ഈ മെറീനയെ പരിചയപ്പെടുന്നത് മെറീനയായിട്ട് ചേർന്നുകൊണ്ടാണ് ഫസ്റ്റ് തട്ടിപ്പും നടത്തിയിരിക്കുന്നത്. ഡാലിയയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ആ പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഡാലിയാണ് എൻ്റെ വീട്ടിൽ തിരക്കി ആദ്യമായിട്ട് വരുന്നതും ഈ മെറീനയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത്. അങ്ങനെ ഞാൻ മെറീനയുടെ അമ്മയെ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ അന്ന് മെറീനയുടെ അമ്മ പറഞ്ഞത് എൻ്റെ മോള് ഗൾഫിലാണ്, അവൾ അങ്ങനെ ആരെയും ചതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തേ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ, പക്ഷെ പിന്നെ പ്രശ്നമൊന്നും ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ജോലിക്ക് പോകുന്നു വരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രി വരത്തില്ല. അങ്ങനെ കുറേ ഇതാക്കി ആയപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു രീതിയിൽ നമുക്ക് സംശയത്തിൻ്റെതായ ഒരു ഇതും പുള്ളി ഐഡിയപരമായിട്ട് നിന്ന് അങ്ങനെ അതൊന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ എന്നോടും എൻ്റെ മോളോടും ഉള്ള ഒരു സ്നേഹം വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ ടൈമിൽ. പിന്നെ ഒരു വർഷത്തോളം പുള്ളി ഒട്ടും വരാതായി വീട്ടില്. പക്ഷെ നൈറ്റ് ഫുള്ള് ഡെയിലി വരുന്നുണ്ട്, മോളെ കാണുന്നു, എന്നെ കാണുന്നു, എല്ലാം വാങ്ങിത്തരുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വർഷം ഫുള്ള് വരാതായപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ ഞങ്ങളുടെ വീട്ടിൽ കള്ളം പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നതൊക്കെ ഈ മെറീന എന്ന് പറയുന്നവളെ കൊണ്ട് വർക്കലയിൽ വീടെടുത്ത് താമസിക്കുമായിരുന്നെന്നും അവിടെ വെച്ചും അതേ കണക്ക് ആരാണ്ടെ പറ്റിച്ചു, കൊല്ലത്തുള്ള ആരോ 2 സ്ത്രീകളെ എങ്ങാണ്ട് പറ്റിച്ച് പൈസ വാങ്ങിച്ച് അവരവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് വന്ന് രാമൻകുളങ്ങരയിൽ വീടെടുത്ത് താമസിക്കുന്നു. അവിടെ അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞു പ്രസവിച്ചൊരു പെൺകൊച്ചുണ്ട്. എന്താ കൊച്ചിന്റെ പേര് എൻ്റെ അമാനിയെന്നോ ഐറയെന്നോ അങ്ങാണ്ട പേര്. മെറീനയ്ക്ക്. എന്റെ ഭർത്താവിലുള്ളയാന്ന് പറയുന്നത്. ഇവളുടെയൊക്കെ ക്യാരക്ടർ വെച്ച് ഇനി DNA ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആരുടെയാണെന്നുള്ളത്. കാരണം ഒരു അമ്മ ഒരു മോളെ കൂട്ടി കൊടുക്കുന്നതിന് തുല്യമില്ലേ ഇപ്പൊ ഈ ചെയ്തത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലേ പറ്റൂ. ലിവിങ് ടുഗദർ ആയിട്ട് നിന്നാണ് അവര് കല്യാണം കഴിച്ചതായിട്ട് നമുക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല. അറിയുന്നത് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളതാ. പിന്നീട് രണ്ടാമതൊരു യുവതിയുടെ കാര്യം രണ്ടാമത് എന്ന് പറയുന്നത് അത് ഈ ഡിസംബറിൽ നടക്കുന്ന കാര്യം. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം കണ്ട് വഴക്ക് ഉണ്ടാക്കുമ്പോഴും പുള്ളി അതൊന്നും അംഗീകരിക്കുന്നില്ലായിരുന്നു. പുള്ളി പറയുന്നത് പുള്ളിയുടെ കുഞ്ഞല്ല, അവള് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ. പക്ഷെ ഇപ്പൊ അതൊന്നും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് പോലും പുള്ളി അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാ പറയുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിസംബറിൽ ഇങ്ങനെ കല്യാണം നടന്നു എന്നറിഞ്ഞ് ഞാൻ ACP ഓഫീസിൽ കേസ് കൊടുത്തു. കരുനാഗപ്പള്ളി ACP ഓഫീസിൽ കേസ് കൊടുത്തു. പിന്നെ ചവറയിൽ കേസ് കൊടുത്തു. ഇവിടുന്നൊന്നും എനിക്ക് അനുകൂലമായൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല, പോലീസിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിന് കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ACP ഓഫീസിലെ കേസ് പോലീസ് ചവറയിലോട്ട് അവർ ഫോർവേഡ് ചെയ്ത സമയത്തും ഈ പുള്ളിക്ക് അവിടെ കുറച്ച് പോലീസുകാരെ പരിചയമുണ്ട്. അവര്
പുള്ളിനെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുകയും പുള്ളി അത് ഇനി എല്ലാം മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടേയിരുന്നു. എന്ത് കേസ് പോലും നോക്കാതാണ് പുള്ളി മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ACP ഓഫീസിൽ കേസ് കൊടുത്തതിന് ശേഷം പുള്ളി വീട്ടിൽ വന്ന് മുട്ടാൻ പ്രശ്നം ഉണ്ടാക്കി എല്ലാം ചെയ്ത് അതിന് മാത്രം ചവറയിൽ കേസ് എടുക്കുകയും ചെയ്തു. ആ കേസ് ബേസ് വെച്ചിട്ട് തന്നെ ഞാൻ പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്ത് എനിക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഈ ആശ എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചത് ഫുള്ള് കള്ളത്തരം പറഞ്ഞിട്ടാണ്, കാസ്റ്റ് മാറ്റി പറഞ്ഞിട്ടൊക്കെയാണ്. ആശയും വേറെ ഏതോ ഫിനാൻസിലൊക്കെ തട്ടിപ്പ് നടത്തിയത്. അത് പക്ഷെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ബാധ്യമുള്ളതല്ല, ആദ്യമേ നടത്തിയ തട്ടിപ്പ് അത് വേറെ ആരൊക്കെയായിരുന്നു. പിന്നീടാണ് ഈ പുള്ളി അവിടെ പോകുന്നതും പരിചയമാവുന്നതും. പുള്ളിയും അവളും കൂടെ ചേർന്ന് വീണ്ടും കുറെ ഉടായ്പും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടാണ് ഇതൊക്കെ അറിയാം. ഞാൻ ഈ ആശയെന്ന് പറയുന്നവരുടെ ചേട്ടത്തീരെ വിളിച്ച് ഞാൻ സംസാരിച്ചതാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവരതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരെന്നോട് പറയുന്നത് ഞങ്ങൾ 6 മാസം കൊണ്ട് കല്യാണം ആലോചിച്ചതാണ്, അന്ന് ഇയാൾ എവിടെ പോയിരുന്നു, ഞങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ചാണ്. ഒരു പ്രോപ്പറായിട്ടൊരു കല്യാണം അന്വേഷിക്കുമ്പോൾ അവർക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് കാസ്റ്റ് എങ്കിലും ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും അവർ അന്വേഷിക്കാതെ ഇയാളുടെ അഡ്രസ്സ് പുത്തൻചന്തയിലാണെന്നറിയാം, പക്ഷെ ഇവർ കല്യാണം ആലോചിച്ചു പോയത് ഓലയിലുള്ള ഒരു വീട്ടിലാണ്. അതെന്ന് പറയുന്നത് ഈ സുമേഷിന്റെ വല്യമ്മച്ചിയുടെ മോന്റെ വീടാണ്. പ്രദീപ് എന്നാണ് പുള്ളിയുടെ പേര്. ഈ പ്രദീപും പ്രജിത്തുമാണ് ഈ പുള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും കൊല്ലത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അയാൾക്ക് ഇവിടെ തേവലക്കരയിൽ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളുമാണ് ബാക്കി കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പെങ്ങളാണ്, ഒരിക്കലും പുള്ളിയുടെ പെങ്ങൾ അങ്ങനെ സംസാരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, സംസാരിച്ചതായിട്ട് എനിക്ക് അറിവില്ല. പക്ഷെ ആശയുടെ ചേട്ടത്തി പറയുന്നത് പെങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെങ്ങളെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ്. പുള്ളിയുടെ ഞങ്ങൾ ഈ ഓലയിലെ വീട്ടിൽ പോയി പെങ്ങളുമായിട്ട് സംസാരിച്ച് പെങ്ങളെ കണ്ട് അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ കല്യാണമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയതും കല്യാണം കഴിപ്പിച്ചതും എന്നൊക്കെ. പുള്ളി പറയുന്നത് അത് കല്യാണം നടന്നിട്ടില്ല, ഡ്രാമയാണെന്നൊക്കെ. എന്ത് സിനിമയാണോ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കല്യാണം കഴിച്ചിട്ട് അഭിനയിക്കാനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോ താങ്കൾക്ക് ഒരു മകളുണ്ടല്ലേ? 14 വയസ്സുള്ള ഒരു മോളുണ്ട്. ആ മോക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരാനോ കേസിനോ ഒന്നിനും ഞാൻ പോകത്തില്ലായിരുന്നു. ഞങ്ങളുടെ പുള്ളിയായിട്ട് തന്നെ ഡിവോഴ്സിന് കൊടുത്ത് സംസാരിച്ചതിനിടയ്ക്ക് മീഡിയേഷനിൽ വെച്ചിട്ട് ആ മീഡിയേഷൻ ചെയ്യുന്ന മാഡം പുള്ളിനോട് പറഞ്ഞ് ആ മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ വിജിക്കും അറിയാം, സംഭവിച്ചിരിക്കുന്നത് സുമേഷിന്റെ ഭാഗത്ത് സെറ്റ് ഉണ്ടെന്ന് സുമേഷിനും അറിയാം. ഒരു കുഞ്ഞിന്റെ ആ ഒരു പഠിത്തം അവളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ സുമേഷ് എന്തായാലും അവളുടെ കൂടെ വേണമെന്ന് പറഞ്ഞതൊക്കെ ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ പറ്റത്തില്ല, എനിക്കത് പറ്റത്തില്ല. അപ്പൊ എന്റെ കുഞ്ഞിനെ തള്ളി പറഞ്ഞെടുത്ത് ഇനി ഇയാളെ ഞാൻ മാന്യമുഖമൂടിയായിട്ട് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യം ഇനിയില്ലല്ലോ. എന്നുവെച്ചാൽ അവൾക്ക് അവിടെ അച്ഛനോട് അത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞതോടുകൂടി അവൾക്ക് ഇപ്പൊ ബോധ്യമായി, ഒരിക്കലും അവൾക്കൊരു നാണക്കേടാവത്തില്ല. ഇപ്പം ഇന്നലത്തെ ആ ഫേസ്ബുക്കിൽ ആ ഒരു കണ്ടന്റ് വന്നതിന് ശേഷം എൻ്റെ അനിയത്തിക്കും ആങ്ങളയ്ക്കും ഒക്കെ മെസ്സേജ് അയക്കുന്നത്, അയാൾ എവിടെയും പോയി ജീവിക്കും, പക്ഷെ നാണം കെട്ടത് അയാളുടെ മോളാണ്. അയാളുടെ മോളെന്നൊരു ചിന്ത അയാൾക്കുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇതിന് നടക്കുമോ? 14 വയസ്സുണ്ട് മോക്ക്, എനിക്കൊരു മോളാണ്, മോള് വളർന്നു വരുവാണെന്നൊരു ചിന്ത അയാൾക്കുണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ നടക്കത്തില്ലല്ലോ. പിന്നെ അയാൾ മോക്ക് നാണക്കേടാക്കി, അമ്മ മോക്ക് നാണക്കേടാക്കി എന്ന് സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്? ഈ ഫിനാൻസ് തട്ടിപ്പിനകത്ത് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 പേരുണ്ട്. ഇത് പ്രവീണ്, പ്രദീപ്, പ്രജിത്ത്, തേവലക്കരയിലുള്ള ഷാജി. ഇവരെ 3 പേരെ അതേപോണക്ക് തന്നെ മെറീനയുടെയും വീട്ടിലുള്ള എല്ലാവരുടെയും, മെറീനയുടെ അമ്മയുടെ മെറീനയുടെയൊക്കെ പാസ്ബുക്കും ട്രാൻസാക്ഷൻ ഡീറ്റെയിലും ഒക്കെ നോക്കാമെങ്കിൽ അറിയാം കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് എൻ്റെ ആണെങ്കിലും എൻ്റെ മോടെ ആണെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ ബാധ്യസ്ഥയാണെന്നുള്ളത് ഞാൻ കേസ് കൊടുത്തതിനകത്തും പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിലെ വിവാഹ തട്ടിപ്പ് വീരന്മാരുടെ ലിസ്റ്റിലേക്ക് ഒരാൾ കൂടി ഏതായാലും ഇടം നേടിയിരിക്കുന്നു. ഈ സുമേഷ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഭാര്യയും അല്ലെങ്കിൽ 14 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഈ കുട്ടിയോ അല്ലെങ്കിൽ ഈ ഭാര്യയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെയാണ് ഇത്തരത്തിൽ ഈ കണ്ണിൽ കണ്ടവരെ കൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതുപോലെയൊക്കെയുള്ള ആളുകളുടെ കൂടെയൊക്കെ ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കുടുംബം നോക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്ന്, കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നോക്കുന്നില്ല. ലീഗലി മാരീഡ് ആകുന്നു അല്ലെങ്കിൽ ഇല്ലീഗൽ മാരീഡ് ആകുന്നു. ഇത്തരത്തിൽ ഇവരുടെയൊക്കെ ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഈ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കാത്തത്? അവരൊക്കെ ഒരു കുടുംബമൊക്കെ തകർത്തുകൊണ്ടല്ലേ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ കഷ്ടം തന്നെയാണ് കൊല്ലത്തുനിന്നും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ വിവാഹത്തിൽ 2 സ്ത്രീകളുടെ പേര് വന്നു. ഒന്ന് മെറീന എന്ന് പറയുന്നൊരു യുവതിയും അതോടൊപ്പം ആശ. ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ സാമ്പത്തികത്തിന് വേണ്ടിയായിരിക്കാം ഇദ്ദേഹത്തിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ഏതായാലും കുടുംബമാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അതാണ് ഈ യുവതി തുറന്ന് വെളിപ്പെടുത്തിയത്.